ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറയുന്നത് CPM കേരളത്തിന് പുറത്ത് 2019 ശേഷവും പിന്തുണ കൊടുത്തിട്ടുണ്ട് എന്നാണ്. 2019 വെൽഫെയർ പാർട്ടി എടുത്ത തീരുമാനം ഇന്ത്യയിൽ എല്ലായിടത്തും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയെ പിന്താങ്ങാനാണ്. ഇന്ത്യയിൽ മൊത്തത്തിലെടുത്ത തീരുമാനം. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണം തമിഴ്നാട്ടിലൊക്കെ കോൺഗ്രസിനോടൊപ്പം സഖ്യത്തിൽ മത്സരിച്ച് CPM കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ ദേശീയ നയത്തിലെടുത്ത തീരുമാനമാണെന്ന് എല്ലായിടത്തും കോൺഗ്രസിനെ പിന്തുണയ്ക്കുക. കാരണം BJPക്ക് ബദൽ കോൺഗ്രസ്സാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവരന്ന് കോൺഗ്രസ്സിന്. അപ്പോൾ കേരളത്തിൽ സ്വാഭാവികമായിട്ട് അത് UDF ആണ്. കാരണം പിണറായി എപ്പോഴും വിമർശിക്കുന്ന മോഡീനെ അല്ലല്ലോ, അത് വിമർശിക്കുന്ന രാഹുൽ ഗാന്ധിയല്ലേ. അപ്പോൾ കേരളത്തിൽ അതിൻ്റെ പ്രയോജനം അവർക്ക് കിട്ടിയിട്ടില്ല. മറ്റ് സ്റ്റേറ്റുകളിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് CPMന് അവരുടെ സഹായം കിട്ടിയിട്ടുണ്ട്. അതവരുടെ ഒരു ദേശീയ നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിന് മുമ്പുള്ള ഇലക്ഷനൊന്നും അവർ ഞങ്ങളെ പിന്തുണച്ചിട്ടില്ല. അപ്പോൾ ഞാൻ 2016 വരെ ഞാൻ മത്സരിച്ച ഒരു ഇലക്ഷനിലും ജമാഅത്തെ ഇസ്ലാമി എനിക്ക് പിന്തുണ നൽകിയിട്ടില്ല. 2016 തന്നു. കാരണം കുമ്മനം രാജശേഖരൻ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നതുകൊണ്ട് 2016 അന്ന് എനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. അതിന് മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ എനിക്ക് പിന്തുണ കിട്ടിയിട്ടില്ല. 2019 മുതൽ അവർ കേന്ദ്രത്തിൽ കോൺഗ്രസ് നയത്തിന് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, തൃശ്ശൂർ മേയർക്കെതിരെ VS സുനിൽകുമാർ ഇപ്പം പ്രതികരിച്ചിട്ടുണ്ട്. തൃശ്ശൂർ മേയർക്ക് BJPയോടാണ് കൂറ്. അല്ല, അതിപ്പോൾ എന്നാ ഇലക്ഷൻ കാലത്ത് മനസ്സിലായില്ലേ കൂറെന്താണ്? ഇലക്ഷൻ കാലത്ത് കോർപ്പറേഷനിൽ ചെന്ന് അദ്ദേഹത്തിനെ അടുത്ത് പിടിച്ചിരുത്തി സൽക്കരിച്ച് അദ്ദേഹം പ്രഗത്ഭനായൊരു പാർലമെൻറ്റേറിയനാണ് എന്ന് പറഞ്ഞല്ലോ. കാരണം അദ്ദേഹം MP നോമിനേറ്റഡ് MP ആയിരുന്നപ്പോൾ എന്തോ ഫണ്ടൊക്കെ അവിടെ കൊടുത്തു അത്രേ. അതേസമയത്ത് എലക്റ്റഡ് MP ആയിട്ടുള്ള പ്രതാപൻ എന്നെ ഒന്നും സഹായിച്ചിട്ടില്ല. സഹായം മുഴുവൻ സുരേഷ് ഗോപിയാണ് കിട്ടിയെന്ന് പറഞ്ഞു. അത് വളരെ വ്യക്തമല്ല അന്ന് തന്നെ. മേയറെ മാറ്റണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് CPM. ഏതായാലും അവരെ വിശ്വാസം കൊണ്ട് വരട്ടെ CPIക്കാർ, ഞങ്ങൾ പിന്തുണയ്ക്കാം. മറ്റൊരു കാര്യം, ഈ UDFിൽ നിന്ന് അടുത്ത മുഖ്യമന്ത്രി ആകാൻ യോഗ്യൻ രമേശ് ചെന്നിത്തല. ഇപ്പോൾ ഏതായാലും ദുഃഖാചരണം നടക്കുന്നതുകൊണ്ട് ആ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. സമുദായ നേതാക്കളുടെ യോഗങ്ങൾക്കൊക്കെ രമേശ് ചെന്നിത്തല പോയി തുടങ്ങിയിട്ടില്ല, അണിയറ ഒരുക്കം തുടങ്ങണോ? സമുദായ നേതാക്കന്മാർ വിളിക്കുമ്പോൾ എല്ലാവരും പോകാറുണ്ട്. എന്നെയും വിളിക്കാറുണ്ട്, ഞാനും പോകാറുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതികരണം വരാൻ കാരണം ചെന്നിത്തലയോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ VD സതീശനോടുള്ള എതിർപ്പ്? ഞാൻ പറയട്ടെ, NSSൻ്റെ എല്ലാ വർഷവും പരിപാടികളിൽ മുഖ്യാതിഥിമാരായി പല കോൺഗ്രസ്സുകാരെയും ക്ഷണിച്ചിട്ടുണ്ട്. 90 ജനുവരി 2 ഞാൻ ചടങ്ങിൽ അന്ന് രാജീവ് ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. അന്ന് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ സംസാരിക്കാൻ എന്നെ ക്ഷണിച്ചിരുന്നു. പിന്നീട് അതിനു മുമ്പ് തന്നെ ശ്രീ K കരുണാകരൻ, AK ആൻ്റണി, ഉമ്മൻചാണ്ടി, ശശി തരൂർ, അപ്പോൾ അധികവും NSSൻ്റെ പരിപാടിയിൽ മന്നൻ ജയന്തിക്ക് മുഖ്യാതിഥികളായി വന്നിട്ടുള്ള കോൺഗ്രസ്സുകാരായിരുന്നു. ആകെ ശ്രീധരൻപിള്ള മാത്രമാണ് BJPക്കാരൻ ക്ഷണിച്ചത്. കാരണം അന്ന് ലീഗൽ അഡ്വൈസറായിട്ട് ശ്രീധരൻപിള്ള ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിനെ വിളിച്ചത്. BJPക്കാർ സാധാരണ അവിടെ പോകാറുണ്ട്, സ്റ്റേജിൽ കയറ്റാറില്ല. CPMൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുരേഷ് കുറുപ്പ് ഒരിക്കൽ പോയി പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മഹാഭൂരിപക്ഷം കോൺഗ്രസ്സുകാരെ വിളിക്കാറ്. അപ്പോൾ അതിൽ ഇത്തവണ രമേശ് ചെന്നിത്തല വിളിച്ചു, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. NSS ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, VD സതീശനെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം എല്ലാവരും പറയാറുണ്ട്. വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ വിമർശനങ്ങൾ വ്യക്തിപരമാവാൻ പാടില്ല എന്നുള്ള നിലപാട് മാത്രമേ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളൂ. 2013 ശേഷം 11 വർഷങ്ങൾക്ക് ശേഷമാണ് രമേശ് ചെന്നിത്തല. അല്ല, അതിപ്പോൾ അവരാണല്ലോ ക്ഷണിക്കേണ്ട കാര്യം തീരുമാനിക്കേണ്ടത്, അവരാണ് ക്ഷണിക്കേണ്ടത്. അങ്ങനെ രമേശിനെ ക്ഷണിച്ചു എന്ന് വിചാരിച്ചിട്ട് ഭാവിയിൽ മറ്റുള്ളവരെ ക്ഷണിക്കില്ല എന്നതിൻ്റെ അർത്ഥമില്ലല്ലോ. ഒരിക്കൽ ക്ഷണിച്ചാലും പിന്നെ അവരടുത്ത തവണ മുഖ്യാതിഥിയായിട്ട് ക്ഷണിക്കാറില്ല. അപ്പോൾ അതിൽ അത്ര വലിയ അത്ഭുതമൊന്നുമില്ല, അതിന് ചർച്ചയാക്കേണ്ട കാര്യമില്ല. പിന്നെ ഞങ്ങളൊരു കാലത്തും സാമുദായിക നേതാക്കന്മാർക്കെതിരായിട്ടുള്ള സ്റ്റാൻഡ് ഞങ്ങൾ എടുത്തിട്ടില്ല. ഞങ്ങളെ വിമർശിക്കുമ്പോഴും ഞങ്ങൾ തിരിച്ചൊന്നും പറയാറില്ല. അതാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളിലൊന്നും ഇതുവരെയുള്ളതിലൊന്നും ഒരു തെറ്റുമില്ല. അതിനെ മുഖ്യമന്ത്രി സ്ഥാനമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു കാര്യമുള്ള മിഞ്ഞാന്ന് ക്രിസ്മസിൻ്റെ തലേന്ന് പാലയൂർ പള്ളിയിലുണ്ടായ സംഭവങ്ങൾ ശക്തമായിട്ടുള്ള നിലപാട് സർക്കാർ എടുക്കണം. കാരണം ക്രിസ്മസിൻ്റെ തലേദിവസം രാത്രി എല്ലാവർക്കും അറിയാം, രാത്രിയിലാണ് യേശുദേവൻ ജനിച്ചത്. സ്വാഭാവികമായിട്ട് അതിൻ്റെ ആഘോഷങ്ങൾ രാത്രി കാലങ്ങൾ ഉണ്ടാകും. പാലയൂർ പള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടു കാണും,
മെയിൻ റോഡുമായിട്ട് ഒരുപാട് ദൂരെയാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് എന്ത് കരോളുണ്ടെങ്കിലും പുറത്തറിയില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് എന്തിനാണ് ചെന്നിട്ട് ബഹളം ഉണ്ടാക്കിയത് മനസ്സിലാവുന്നില്ല. ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായിട്ടുള്ള നിലപാട് സർക്കാർ എടുക്കണം. അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വേണം ഇത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനുള്ള നിലപാടുകൾ ഗവൺമെൻറ് സ്വീകരിക്കണം.